നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ 2026 നമ്മുടെ സ്വപ്നങ്ങളെയെല്ലാം നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി, അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മളിൽ പലരും കുറേ വർഷങ്ങളായിട്ട് ഒരു ന്യൂ ഇയർ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, എൻ്റെ ഈ റെസൊല്യൂഷൻ ഇതാണ്, 2025 റെസൊല്യൂഷൻ, 2026, അങ്ങനെ കഴിഞ്ഞു പോയ കുറേ വർഷങ്ങളെക്കുറിച്ചും ഇനി വരുവാൻ പോകുന്ന വർഷങ്ങളുടെ എന്തെല്ലാം ഗോൾസ് നേടിയെടുക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചു കൂട്ടും. എപ്പോൾ ഡിസംബർ മാസം ആകുമ്പോൾ മാത്രം നമ്മളതെല്ലാം ചിന്തിച്ചു കൂട്ടുകയും അതെല്ലാം നേടിയെടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നിങ്ങനെ 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ് ആലോചിച്ചത് എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയിലുണ്ടാകില്ല. പലരും പറയും, ഡയറ്റാണ് ഞാനിത്, ഇനി എൻ്റെ വെയിറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് തുടങ്ങും. പക്ഷേ ഓരോ ഫുഡ് ക്രേവിങ്സ് കാരണം അവർക്കതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മറ്റു ചിലർ പറയും, ഞാൻ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അതിന് തീവ്രമായിട്ട് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇറങ്ങി ജോലി ചെയ്യണം, അല്ലേ? എന്തെല്ലാം അതിന് ആവശ്യങ്ങളാണോ അതെല്ലാം നമുക്ക് ആ ഒരു പാതയിലൂടെ നമുക്ക് പോകുവാൻ സാധിക്കണം. പക്ഷേ പകുതി വഴിയിൽ പാതയിലൂടെ പോയിക്കൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചത്, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ജിം വർക്കൗട്ട് ആണെങ്കിലും ശരി, ഇനി അതുപോലെ തന്നെ വിദേശ യാത്രയാണെങ്കിലും ശരി, ഇനി മണി മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ശരി, ഇങ്ങനെ എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതിനെ മുഴുവനായും നമ്മളിലേക്ക് എത്തിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. അതിനെങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം കൂടുതൽ ആലോചിച്ചുകൊണ്ടും അതിനു വേണ്ട എന്തെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കണം എന്നുള്ള അതിയായ മോഹം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് നേടിയെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായും മനസ്സിലാകേണ്ടതാണ്. അങ്ങനെ ഈ വരുന്ന 2026 നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. വീട്, കാറ്, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്, മാത്രമല്ല യാത്രകൾ, അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് എന്നിങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. ഏതൊരാൾക്കും ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ കോമൺ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പാടുപെടുന്നുണ്ടാകും, കഷ്ടപ്പെടുന്നുണ്ടാകും. അതെല്ലാം നേടിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി ഈ 2026 നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഈ വിഷൻ ബോർഡിനെ കുറിച്ച് പലരും കേട്ടുകാണും, മറ്റു ചിലരാകട്ടെ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. സാരമില്ല, അവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ ഉടൻ നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം നമ്മൾ എഴുതി വെച്ചതുകൊണ്ടോ അല്ല നമ്മൾ അത് ചെയ്യണമെന്ന് രാത്രി തന്നെ തീരുമാനിച്ചു കൊണ്ടോ അല്ല ചെയ്യുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിൽ അത് സെറ്റായി കഴിഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റായി കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതും. അതും നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റായി കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തു ചെയ്യണം? ഒരു ചെറിയ വിഷൻ ബോർഡ് തയ്യാറാക്കണം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം ഒരുമിച്ച് ഒരു ബോർഡിനകത്തേക്ക് ആക്കണം. അതെങ്ങനെയാണ് എന്നാൽ, നമുക്ക് പലർക്കും ഒരു സ്വപ്നം വീട് ആഗ്രഹമുണ്ടാകും. അതെങ്ങനെയാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ആ സ്വപ്നം പോലുള്ള ഒരു വീട് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീടിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ജോലികൾ ചെയ്യണം. കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യണം. കാലാകാലങ്ങളായി കഷ്ടപ്പെടുന്നവർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലം മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതിനോടൊരു അട്രാക്ഷൻ, അഫെക്ഷൻ, ലവ് എന്നിവ വേണം. അതായത് ഇഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്, നമ്മൾ ആ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഓരോ ജോലികൾ ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നഗ്രഹം നമുക്ക് അടുത്താണ് എന്നുള്ള ബോധം
ബോധം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകും. അതിനുവേണ്ടി നിങ്ങളൊരു വീടിൻ്റെ ചിത്രം എടുക്കാം. അതുപോലെ തന്നെ അടുത്ത നിങ്ങളുടെ ഗോൾ എന്താണ്? ഈ 2026 അവസാനിക്കുമ്പോഴേക്കും ഒരു ലക്ഷറി കാറ് വാങ്ങിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ കാറ് വാങ്ങിക്കണമെന്നായിരിക്കും. ഇങ്ങനെ പലർക്കും പലതരത്തിലുണ്ടാകും. അപ്പോൾ ആ കാറ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏത് കാറാണ് വാങ്ങിക്കുവാൻ പോകുന്നത്, ഏത് കമ്പനിയാണ് വാങ്ങിക്കുവാൻ പോകുന്നത്, ഏത് നിറമാണ് വാങ്ങിക്കുവാൻ പോകുന്നത് എന്നെല്ലാം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലുള്ളൊരു കാറിൻ്റെ ചിത്രമാണ് നമുക്ക് ആവശ്യം. പിന്നീട് നമ്മൾ എന്തു ചെയ്യണം? ഈ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ തുടർച്ചയായിട്ട് അതിനു വേണ്ടിയുള്ള വർക്കൗട്ടുകൾ ചെയ്യണം. അതായത് കാറും വീടും എല്ലാം വേണമെങ്കിൽ നമുക്ക് പണം ആവശ്യമാണ്. അപ്പോൾ ഈ മണി അട്രാക്ഷൻ വേണം നമുക്ക്. ഈ പണത്തെ അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് എന്തു വേണം? മാനിഫെസ്റ്റേഷൻ വേണം, വിഷ്വലൈസേഷൻ വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയും വേണം. ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് എന്തു വേണം? അതിലൂടെ വരുമാന മാർഗം വർദ്ധിച്ചു വരികയുള്ളൂ. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരുപാട് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയെല്ലാം അതെല്ലാം നമുക്ക് സെറ്റായി വേണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ അനുഗ്രഹം വേണം. ആരുടെ? പ്രപഞ്ചത്തിൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം നമുക്ക് വേണം. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മനസ്സോട് കൂടി ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. പല സന്ദർഭങ്ങളിലും നമുക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് അടിക്കും. ആ സമയത്ത് നമ്മുടെ ഈ ഗോൾസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് വീണ്ടും ഒരു ബൂസ്റ്റ് കിട്ടിയ പോലെയാണ്. അതായത് പെട്ടെന്ന് ഒരു ഉഷാറ് കിട്ടിയ പോലെയാകും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രിപ്സ്, ആഗ്രഹങ്ങൾക്ക് പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതും ആഗ്രഹിക്കാം. ഇങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതെല്ലാം നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചേർന്ന് നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നമായിട്ടുള്ള വീട് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ആ വീട്, അതുപോലെ കാറ് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ കാർ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നിങ്ങൾ എഴുതിയ ഒരു ചെറിയൊരു ബോർഡ്, അതിൽ നിങ്ങൾക്ക് എല്ലാം എഴുതുക. അതിന് ചിത്രങ്ങൾ ഒട്ടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചിത്രങ്ങളെല്ലാം ഒട്ടിച്ചുകൊണ്ട് നിങ്ങൾ ദിവസവും കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. നിങ്ങളെപ്പോഴും കണ്ട് ആ ഒരു 2 മിനിറ്റോളം ആ ചിത്രത്തിലേക്ക് നോക്കി നിങ്ങളൊന്ന് അഫർമേഷൻ ചെയ്യണം. അതായത് എന്നെക്കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എനിക്ക് ദൂരമല്ല എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പല സന്ദർഭങ്ങളിലും ആദ്യമെല്ലാം നമുക്കത് ബുദ്ധിമുട്ടായി തോന്നും. കാരണം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ദിവസവും നിങ്ങൾ ആ ഒരു ബോർഡ് നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിന് വേണ്ടുള്ള പാതകളെല്ലാം ഈ പ്രപഞ്ചം നമുക്ക് തുറന്നു തരും. ഒരു വീടിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആ വരുമാന സ്രോതസ്സ് നമുക്ക് തുറന്നു തരും. അതുമാത്രമല്ല, നമുക്ക് ഒരു എഞ്ചിനീയറെ കാണുവാൻ സാധിക്കും. അത് സംബന്ധപ്പെട്ടുള്ള വ്യക്തികളെ കൂടുതലായിട്ട് കാണുവാനും സംസാരിക്കുവാനും നമ്മൾ തുടങ്ങും. ഇത് നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരു സൂചന തന്നെയാണ്. അതുപോലെ അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. നിങ്ങൾ ഏത് വാഹനം വേണമെങ്കിലും ആവാണ്ട്, ഒരു കാറ് മാത്രമല്ല, ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. അത് നമ്മൾ അതിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വണ്ടി വേറെ ആരുടെയും കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയും. വണ്ടി എവിടെ നിന്നാണ് എടുത്ത്, എത്ര രൂപയായി, എത്ര മൈലേജ് കിട്ടും, എന്താണ് അതിൻ്റെ റോഡ് ടാക്സ് എന്നിങ്ങനെ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയും അല്ലേ? അത് സ്വാഭാവികമായിട്ടും ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇത് നിങ്ങൾ ബോർഡായിട്ട് തൂക്കണം എന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു സ്ക്രീൻ വാൾപേപ്പറായിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്കായിട്ടോ വെച്ചാലും മതി. നിത്യവും നിങ്ങൾ അതിനെ നോക്കി ഒരു 2 മിനിറ്റ് സന്തോഷത്തോടുകൂടി, പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ അതിനോട് സംസാരിക്കണം. എൻ്റെ സ്വപ്നഗ്രഹം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. 2026 ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചതിന് നന്ദി പ്രപഞ്ചമേ. 2026 ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് പറയാം. വളരെ വിശ്വാസത്തോടു കൂടി, കാമായിട്ടുള്ള മനസ്സോടുകൂടി നമ്മളിത് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് ദൂരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ വിഷൻ ബോർഡ് നമ്മൾ എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വരഞ്ഞു വെച്ചത് കൊണ്ടോ നമ്മൾ ഫോണിൽ വെച്ചത് കൊണ്ടോ നമുക്ക് ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് നമ്മൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത്
ഇത് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നത് അതല്ലാതെ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ കരിയർ, ഫിനാൻഷ്യൽ ഗോൾസ്, അതായത് നമ്മുടെ ജോലി ഇപ്പോൾ ഏതാണ്, ഈ ജോലിയിൽ നിന്ന് നമുക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്താണ്, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും അതിനുവേണ്ടി ആ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം. മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ ഗോൾസ്, നമുക്ക് ഇപ്പോൾ 1 രൂപ പോലും കയ്യിലില്ലെങ്കിൽ പോലും സേവിങ്സ് എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആകുവാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധത്തോടു കൂടി നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചിന്താഗതിയോടുകൂടി അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കേണ്ടതാണ്. ഇനി ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്താണ്, നമ്മുടെ ഹെൽത്താണ് അല്ലേ. നമ്മൾ ആരോഗ്യപരമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഞാൻ ആരോഗ്യമുള്ള ആളുകളാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ച് വാക്കിംഗ്, അതുപോലെ എക്സസൈസ്, അതുപോലെ തന്നെ ഫുഡായിട്ടുള്ള ഹാബിറ്റ്സ് എല്ലാം ചേഞ്ചസ് വരുത്തുക എന്നിങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുവാൻ സാധിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം മാറിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വപ്നം കണ്ടത് നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, ഒരു മാജിക്കൽ നോട്ട് പുസ്തകം, അതായത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അതെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും എഴുതി വെക്കുക. അത് നമ്മൾ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി കിട്ടും. നമ്മളിപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇന്നത് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതേപോലെ പണം ചിലവാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗോൾസ് ആൻഡ് ലക്ഷ്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. നമ്മളത് ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നതിന് പകരം എന്താണോ ആ ഗോൾസ് നേടുവാൻ വേണ്ടി, ഒരു വീട് കിട്ടുവാൻ വേണ്ടി നമുക്ക് കുറച്ച് സേവിങ്സിനായിട്ട് മാറ്റി വെക്കാം എന്നുള്ള ചിന്താഗതിയും നമ്മളിലേക്ക് വന്നു ചേരും. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ സഹായമാകും എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ വിഷൻ ബോർഡിലൂടെ പറയുന്നത്. അതുകൊണ്ട് വിഷൻ ബോർഡ് എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു തമാശയായിട്ട് തള്ളിക്കളയാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ചിലവുകളൊന്നുമില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി നമുക്ക് ഈ പ്രപഞ്ചം സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഈ പ്രപഞ്ചത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിലൂടെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ, ഇതെല്ലാം ശരിയാണോ? സ്വാഭാവികമായിട്ടും പലർക്കും പല സന്ദർഭങ്ങളിലും തോന്നുന്ന ഒരു സംശയമാണിത്. പക്ഷേ നമ്മളെക്കൊണ്ട് നേടിയെടുക്കുവാൻ ആകാത്തതായിട്ട് ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളത് പരിപൂർണമായും വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞ ഈ 2026 നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രപഞ്ചം തരുന്ന അബാൻഡൻസിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായി നിൽക്കണം എന്നുള്ളത് മാത്രം. എന്തെല്ലാം വേണം നമുക്ക്, വീട്, വാഹനം, ഇൻ്റർനാഷണൽ ട്രിപ്പ്, സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് എന്നിങ്ങനെ എന്തിനേയും ആഗ്രഹിക്കാം. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാവുന്നതാണ്. ഇനി ജനുവരി കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത്, സാരമില്ല. നിങ്ങൾ ഫെബ്രുവരി ആണെങ്കിൽ ഇനിയും 11 മാസമുണ്ട്, മാർച്ചിലാണെങ്കിൽ ഇനിയും 10 മാസമുണ്ട് എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ 10 മാസം കൊണ്ട് നമുക്ക് എന്തെല്ലാമോ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്താഗതിയോടുകൂടി നമുക്ക് ഒരു ചെറിയ വിഷൻ ബോർഡെങ്കിലും തയ്യാറാക്കി വയ്ക്കുക. ഇനി അഥവാ മറ്റുള്ളവർ കാണും എന്നുള്ള ധാരണ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിലെങ്കിലും ഇതെല്ലാം ഒട്ടിച്ചു വെക്കുക. ഇത് നമ്മൾ ദിവസവും നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ തോന്നുകയും അത് നേടിയെടുത്ത ഒരു സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2026 എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.